നമസ്തേ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മുടെ 90 ഡേയ്സ് ഹാപ്പിനെസ് ചലഞ്ചിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഉള്ളിലൊരു പേടി നിങ്ങൾക്ക് വരാറുണ്ടോ? നോക്കൂ, ഭയം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഓടിപ്പോകലല്ല, അതിനെ മനസ്സിലാക്കലാണ് എന്നതാണ്. നമ്മൾ ഈ 90 ഡേയ്സിന്റെ ഈ യാത്ര മുഴുവൻ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്. ഇവിടെ മനസ്സിലാക്കലാണ്. നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട, ഇതൊന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു 4 സ്റ്റെപ്പ് പറഞ്ഞു തരാം. ഭയം ഉള്ളിൽ വരുമ്പോൾ ചെയ്യേണ്ട 4 രീതികളൊന്ന് പറഞ്ഞു തരാം. ഇതിനെ സിഗ്നൽ മെത്തേഡ് എന്നാ പറയുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കിക്കോളൂ. ഒന്നാമതായി, ഭയത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. ഭയം വന്നാൽ ആദ്യം മനസ്സിൽ പറയുക, എനിക്കിപ്പോൾ ഭയം തോന്നുന്നു. ഇത് അംഗീകരിക്കുക. ഇത് പറയുന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. കാരണം പലരും ഭയം വന്നാൽ അതുമായി ഒന്നായി പോകുന്നു. ഞാൻ പേടിയാണ് എന്ന് ആരും പറയാറില്ല, അല്ലേ? എനിക്ക് ഇപ്പോൾ ഭയം തോന്നുന്നു എന്ന് അംഗീകരിക്കാൻ പറ്റാതിരുന്നാൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതിരുന്നാലാണ് വിഷയം വരുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ എനിക്ക് പേടിയുണ്ട്, ഞാൻ പേടിയല്ല എന്ന അവസ്ഥയിലേക്ക് നമുക്ക് പോകണം. എനിക്ക് ഇപ്പോൾ ഭയം തോന്നുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയത്തിൽ നിന്ന് ചെറിയൊരു അകലം സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ, ഭയത്തെ തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, ഭയത്തിന് അർത്ഥം മാറ്റുക. എന്താണ്? ഭയം എന്ന് പറയുന്നത് ഒരു സിഗ്നലാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. അപ്പോ ഭയം നിങ്ങളെ കൊല്ലാൻ വന്ന സംഭവമൊന്നുമല്ല, അത് നിങ്ങളെ ശ്രദ്ധിപ്പിക്കാൻ വന്ന കാര്യമാണ്. വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഭയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവിടെ നിർത്തൂ, പോകരുതെന്ന് ഭയം ഒരിക്കലും പറയണില്ല. ഉണ്ടോ? ഇല്ല. അപ്പോ രണ്ടാമത്, ഭയത്തിന് അർത്ഥം നൽകുക. ഞാൻ ശ്രദ്ധയോടെ ഇനി കൈകാര്യം ചെയ്യണം. ദാറ്റ്സ് ഗുഡ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ്, കുറച്ച് ഭയത്തോടെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ കാലുകളൊക്കെ വെക്കുന്നത് കുറച്ചും കൂടി ശ്രദ്ധയോടെയായിരിക്കും, കൈകളൊക്കെ ചലിപ്പിക്കുന്നത് വളരെ ശ്രദ്ധയോടെ, ഒന്ന് അല്ലേ? ഇത് ശരീരം ഓട്ടോമാറ്റിക് എടുക്കുന്ന പ്രക്രിയയാണ്. പക്ഷെ നമ്മൾ ഭയക്കുന്നു, ഞാൻ പോവില്ല എന്ന് പറയരുത്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശരീരത്തെ ശാന്തമാക്കുക. മനസ്സിൽ ഭയം വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിലും ഉണ്ടാകും. അതുകൊണ്ട് 3 തവണ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട് ശരീരത്തെ ശാന്തമാക്കുക. ശരീരത്തെ ശാന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമായ മാർഗം ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക എന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക്, പതുക്കെ പുറത്തോട്ട്. ശ്വാസം ഉള്ളിലേക്ക്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ കാര്യം. ശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം പുറത്തേക്ക്. ഒരു 3 തവണ ഇങ്ങനെ എടുത്തു മുന്നോട്ട്. എന്നിട്ട് മനസ്സിൽ പറയുക, ഞാൻ സുരക്ഷിതനാണ്, ഞാനിപ്പോൾ ഇവിടെ സുരക്ഷിതമായിരിക്കുന്നു. ശരീരം കുറച്ച് ശാന്തമാകുമ്പോൾ മനസ്സ് നല്ല വ്യക്തതയിലേക്ക് വരും. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ടേക്ക് ആൻ ആക്ഷൻ. ചെറിയൊരു ആക്ഷൻ എടുക്കുക. ഭയം മുഴുവൻ പോയതിന് ശേഷം മാത്രമല്ല നിങ്ങൾ തുടങ്ങേണ്ടത്. ഭയം കുറച്ചുണ്ടായിരിക്കുമ്പോഴും ഒരു ചെറിയ ആക്ഷൻ എടുക്കുക. എന്താണ്? നിങ്ങൾ എന്തിനെയാണോ ഭയക്കുന്നത് ആ കാര്യത്തെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഒരാളോട് സംസാരിക്കാനാണോ പേടി എങ്കിൽ ഭയമുണ്ട്, മനസ്സിലാക്കി ബ്രീത്തിങ് എടുത്തു ഒക്കെ ചെയ്ത് അയാളോടൊന്ന് സംസാരിക്കുക. ഒരു ചെറിയ സുഖാണോ മതി, ബാക്കി മിണ്ടാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും മിണ്ടണ്ട. അല്ലെങ്കിൽ ഒരു ഫോൺ വിളിക്കുകയാണോ, ഒരു സന്ദേശം അയക്കുകയാണോ, ഒരു ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് എടുത്ത് മറിക്കുകയാണോ, അങ്ങനെ എന്തുമാകാം. നിങ്ങൾ എന്തൊരു ആക്ഷൻ എടുക്കുന്നുവോ, ശരീരം ഒരു മൂവ്മെന്റ് നടത്തുന്നുവോ, ഭയം അപ്പോഴവിടുന്ന് പമ്പ കടക്കും. ഇതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ 4 കാര്യങ്ങൾ, ചെറിയൊരു നടപടി എടുത്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? മനസ്സൊരു തീരുമാനമെടുക്കും, എനിക്ക് പേടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അവിടെ നിന്നിട്ടില്ല. ഇതാണ് ഭയത്തെ മറികടക്കാനുള്ള വളരെ രസകരമായ ഈ രഹസ്യം. അപ്പോൾ ഇന്നു മുതൽ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും, എന്ത് ഭയമുണ്ടവരായാലും, ഭയമില്ലാത്തവനില്ലാത്തതുകൊണ്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഭയം ഒരു സിഗ്നലാണ്. ഞാൻ ഒരു ചെറിയ നടപടി അതിനു വേണ്ടി എടുക്കും എന്ന് നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുക. താഴെ എഴുതിക്കോളൂ. ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ പറയാ, എനിക്ക് ധൈര്യം ഉണ്ട്.